പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒടുവിൽ ഹോസ്പിറ്റലിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്നിരിക്കുകയാണ് ഇപ്പോൾ വരുൺ. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്നു കൺമണി. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ. ഇതോടെ കൺമണിയോട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് എന്ന് വ്യക്തമാക്കുന്ന വരുൺ, എൻ്റെ കൂടെ നീ ഇപ്പോൾ വരണമെന്ന് പറയുന്നു. പക്ഷേ എനിക്കതിന് സാധിക്കുകയില്ല. ഞാൻ ഇവിടെ കൃഷ് സാറിൻ്റെ അടുത്തേക്ക് കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് കാര്യമാണ് നിനക്കുള്ളത്? നീ കൃഷ് സാറിൻ്റെ വീട്ടിലല്ല, കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നീ കമ്പനിയിൽ പോകാതെ ഇവിടെ വന്ന് നിൽക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നും നിനക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന കൺമണി അത് പറയേണ്ട ആവശ്യം വരുണിനില്ല. വരുണുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുന്ന വരുൺ, നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ പേരിൽ 10 ലക്ഷം രൂപ കൂടി നിന്റെ ഏട്ടൻ മനോജ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസ നമ്മുടെ വിവാഹത്തിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇത് കേൾക്കുന്ന കൺമണി ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. കൺമണി ഒരിക്കലും മനോജ് പൈസ വാങ്ങും എന്ന് കരുതിയിരുന്നില്ല. ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന കൺമണി, ഈ വിവാഹം നടക്കുകയില്ല, അത് ഉറപ്പ് തന്നെയാണ്. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ തീരുമാനം മാറാനും പോകുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ വരുൺ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത് വരുണിന് ഉപകാരമായിരിക്കും. എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. ഇത് കേൾക്കുന്ന വരുൺ, നിന്നെ എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം. അത് നീ എന്നെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം. ഇത് കേൾക്കുന്ന കൺമണി സാധ്യമല്ല എന്ന് തുറന്നു പറയുകയാണ്. എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. മാത്രവുമല്ല, എന്തായാലും കൃഷ് സാറിൻ്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിൽക്കാൻ തന്നെയാണ് ഞാനിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നെ നിർബന്ധിക്കുന്നതിന് നിങ്ങൾക്ക് അധികാരമില്ല. എനിക്ക് അധികാരമുണ്ട്. ആ കാര്യം നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ കൈക്ക് കയറി പിടിക്കുകയാണ് വരുൺ. ഇതോടെ വരുണിനോട് കൈയെടുക്കട എന്ന് ആവശ്യപ്പെടുന്ന കൺമണി, ഇനിയും നീ എന്നെ വെറുതെ ആവശ്യമില്ലാതെ നിർബന്ധിക്കരുത്. നീയുമായുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. എൻ്റെ തീരുമാനം മാറാനും പോകുന്നില്ല. ഈ കാര്യം നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല എന്നത് തന്നെയാണ് സത്യം. ഇത് കേട്ടതിനെ തുടർന്ന് വരുണാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാണം കെട്ട വരുൺ, ഞാനിതിനെ തിരിച്ചടിക്കും എന്നുള്ള കാര്യം മറക്കണ്ട. നീ ആ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നല്ലത്. എന്നാൽ കൺമണിയാകട്ടെ, ഇനി തനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. ഞാൻ എന്തായാലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇനി 10 അല്ല 1000 കോടി തരാമെന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ല. ഇത് എൻ്റെ ഫൈനൽ ഡിസിഷനാണ് എന്നും നീ മനസ്സിലാക്കണം. ഇതോടെ വരുണാകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് മനോജിനെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ്. മനോജിനോട്, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിവാഹം നടത്താമെന്ന് പറഞ്ഞാണ് 10 ലക്ഷം രൂപ ഈ അടുത്തിടെ വാങ്ങിച്ചു കൊണ്ടുപോയത്. എന്നിട്ട് നിങ്ങളുടെ സഹോദരി എന്നോട് ചെയ്യുന്നത് എന്താണ് എന്ന് കരുതിയോ? എന്താണ് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ വീണ്ടും അവളുടെ മുൻപിൽ പോയി നാണം കെടുകയാണ് ഉണ്ടായത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോയ ഞാൻ വെറും മണ്ടൻ. ഇത് എനിക്ക് അംഗീകരിച്ചു തരാൻ സാധിക്കുകയില്ല. നിങ്ങൾ
പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് വേണ്ടത്. ഇതോടെ മനോജ് നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. നീ ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് കൺമണിയെ കാണുന്നതിനായി പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് മനോജ്. യാതൊരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിനായി മനോജ് വരുന്നത്. അപ്രതീക്ഷിതമായുള്ള ഈ കടന്നുവരവ് കൺമണിയെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു. എടി, നീ ജോലി ചെയ്യാനാണ് പോകുന്നത്, അല്ലാതെ അവന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താനൊന്നുമല്ല. അതിനുള്ള എന്ത് ബന്ധമാണ് നിനക്കുള്ളത്? നീ ആ കാര്യം വ്യക്തമാക്കുക തന്നെ വേണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന കൺമണി ചേട്ടനോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് 10 ലക്ഷം രൂപ ഇപ്പോൾ കടം വാങ്ങിച്ചിട്ടുള്ളത്? എൻ്റെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നും ഞാൻ അറിഞ്ഞു. അതൊന്നും നടക്കില്ല ചേട്ടാ. ഞാൻ ആ കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. ഇതിന്റെ പേരിൽ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എനിക്ക് എൻ്റെതായ തീരുമാനം ഉണ്ട്. അതിൽ